സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു കഥയുണ്ട്, ഒരു കുട്ടിക്കഥയാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. കഥ കേട്ട് കഴിഞ്ഞ് ശ്രോതാക്കൾ എന്ത് തോന്നി എന്നുള്ളത് കമൻ്റ് ചെയ്യട്ടെ. കഥ ഇതാണ്. അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ 2 കുട്ടികളുണ്ട്. അപ്പോൾ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ? കോട്ടി എന്ന് തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മു ഉണ്ട്, ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു, നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ? ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവിടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട. അവന് കുറച്ചതിനൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക. മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത് ആലോചിച്ചിട്ട് അവന് ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി, സമാധാനമായി ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു അങ്ങനെ ഫീൽ. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേൽ നമുക്കിങ്ങനെ തോന്നില്ലേ. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും, അല്ലെങ്കിൽ മറ്റേ ആളും അങ്ങനെ തന്നെ ആയിരിക്കും, ഇപ്പം എന്നോട് കാണിച്ചേക്കുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക. അപ്പോൾ സമാധാനം കൂടിയും കിട്ടും. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല. ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.